ഞാൻ മേഘാലയയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് എൻ്റെ ബാക്ക് പാക്കിൽ പാക്ക് ചെയ്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. ട്രക്കിംഗ് പോൾ ഡെക്കാത്ലോന്ന് വാങ്ങിച്ചതാണ് 999 റുപ്പീസിന്. ദെൻ എ ട്രക്കിംഗ് ഷൂ. എൻ്റെ കയ്യിൽ ട്രക്കിംഗ് ഷൂ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ജിമ്മിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷൂ ആണ്. സോ മേഘാലയയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഒരു ട്രക്കിംഗ് ഷൂ കയ്യിൽ എപ്പോഴും കരുതുക. അതുപോലെ തന്നെ റഫ് യൂസിന് വേണ്ടിയിട്ട് സ്ലിപ്പറും കയ്യിൽ വയ്ക്കുക. പിന്നെ നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങൾ ലൈക്ക് പാരച്യൂട്ട്, കോൾഗേറ്റ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്സ്. പിന്നെ മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ, പിന്നെ ഫേസ് വാഷ്, അതുപോലെ തന്നെ ORS. ട്രക്കിങ്ങിൻ്റെ സമയത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ORS. കോംബ്, ദെൻ എയർ, പിന്നെ വാട്ടർ ബോട്ടിൽസ്, റീയൂസബിൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ. ആൻഡ് ഇത് ഫോണിന് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ചിറാപുഞ്ചിയിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്ലി റെയിനിങ്. പിന്നെ അത്യാവശ്യം വേണ്ട മെഡിസിൻസ്. ക്ലോത്ത് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ ജേഴ്സി ഒക്കെ ആയിരുന്നു എടുത്തത്. ബിക്കോസ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ് റെയിനിങ്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പാൻറ്റും അതുപോലെ തന്നെയായിരുന്നു. ജീൻസൊന്നും എടുത്തില്ല. എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ട്രക്കിംഗ് പാൻസൊക്കെ ആയിരുന്നു വെച്ചത്. തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. എ ക്യാപ്പ് ഐ ഹാവ് ടേക്കൺ. പിന്നെ 2 ബാഗ് എടുത്തു കേട്ടോ. ഒന്ന് എൻ്റെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഒരു ബാഗും, പിന്നെ മറ്റേത് ഹാൻഡ് ബാഗും ആയിരുന്നു. ഈ നേരത്തെ പറഞ്ഞ മൈസലീനിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഹാൻഡ് ബാഗിലാണ് വെച്ചത്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു നല്ല വീഡിയോ കണ്ടില്ല എന്തൊക്കെയാണ് നമ്മുടെ ബാഗിനകത്ത് വെക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ആ പോളിത്തീൻ കവറിനകത്തുള്ളത് ഫുള്ള് ഫ്രൂട്ട്സാണ് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ 2 ദിവസത്തെ ജേണി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡും ഫ്രൂട്ട്സുമാണ് ആ പോളിത്തീൻ കവറിനകത്ത് ഞാൻ എടുത്തത്. ജാമ്, അതുപോലെ തന്നെ സ്നാക്സ്, ഓൾ ദോസ് തിങ്സ്. പവർ ബാങ്ക് മസ്റ്റാണ്. പവർ ബാങ്ക്. അംബർല നോട്ട് നെസസറി. നമ്മുടെ കയ്യിൽ റെയിൻകോട്ടാണ് മസ്റ്റ്. അംബർല വെക്കാം, ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ വെക്കാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ മറ്റേ അംബർല. പെയർ ഓഫ് സോക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിനിമം ഒരു 4 പെയർ കയ്യിൽ വെക്കണം. ആൻഡ് ഇന്നർ വിയേഴ്സ് ആൾസോ കുറച്ച് കൂടുതൽ എടുക്കുന്നത് നന്നായിരിക്കും. 1 സ്വെറ്റർ തണുപ്പുണ്ടാവും. പക്ഷെ ഞാൻ ഇതധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോളിത്തീൻ കവർ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഷൂ ഒക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഇടാനും വസ്ത്രങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പോളിത്തീൻ കവർ. അതുപോലെ തന്നെ സൺഗ്ലാസ് നല്ലതാണ് കേട്ടോ. സൺഗ്ലാസ് വിൽ ബി ഹെൽപ്ഫുൾ സോ മച്ച് വേസ്. പ്രോട്ടീൻ ബാർ ഇമ്പോർട്ടൻ്റ് ആണ്. പർട്ടിക്കുലർലി നമ്മൾ ഈ മറ്റേ ഇതൊക്കെ ട്രക്ക് ചെയ്യുമ്പോൾ, ഡബിൾ ഡക്കർ, അതുപോലെ തന്നെ ബാംബൂ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സാധനം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ ബാർ ഹെൽപ്പ് ചെയ്യും. ഞാനിത് വാങ്ങിച്ചത് ഇതെന്നായിരുന്നു, ബിഗ് ബാസ്ക്കറ്റിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ മെയിൻ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിയുന്നത് നിങ്ങൾ ബാക്ക് പാക്ക് എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ആമസോൺ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ റേറ്റ് കുറയുന്നത് വെയിറ്റ് ഇരിക്കുകയാണ്. ഉടൻ തന്നെ ഞാൻ നല്ലൊരു ബാക്ക് പാക്ക് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തത്. പാക്കിങ് കഴിയുമ്പോൾ തന്നെ ഒരു വിധമായി. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്തൊക്കെ മേഘാലയയിലേക്ക് പോകുമ്പോൾ പാക്ക് ചെയ്യണമെന്ന് അറിയുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും.